കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താ എന്നുള്ള ഡെഫിനിഷനും അതിൻ്റെ കൂടെ നീഡ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താ എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് നെറ്റ്വർക്ക്? A computer network is a group of interconnected computers, printers and other devices with each other. ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ പ്രിൻറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഡിവൈസസ് ഏത് ഡിവൈസസ് ആണെങ്കിലും അത്രയും ഡിവൈസസിനെ ഒന്നിച്ച് കണക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെയാണ്, ഇൻ്റർകണക്ട് ചെയ്ത് കിടക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സുകൾ ഒന്നിച്ചാക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒന്നിലധികം കമ്പ്യൂട്ടർ വരുമ്പോൾ അത് ഇൻ്റർകണക്റ്റഡ് ആകുമ്പോഴുള്ള അഡ്വാൻറ്റേജസ്. വൈ ഡു പീപ്പിൾ ഗോ ഫോർ നെറ്റ്വർക്കിംഗ്? എല്ലായിടത്തും നെറ്റ്വർക്കിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഓരോ പോയിൻ്റായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് റിസോഴ്സ് ഷെയറിങ്. നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് ആയാലും മറ്റ് കാര്യങ്ങളാണെങ്കിലും ആ ഡിവൈസസ് ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് മറ്റ് കമ്പ്യൂട്ടറുകളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് കോസ്റ്റ് എഫക്റ്റീവ് ആവും എന്നുള്ളത് ഒരു വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ നമുക്ക് ആ കണ്ടൻറ്റുകളെ നേരിട്ട് ഫിസിക്കൽ ഒരു ഇതിലൂടെ പോയി കൊടുക്കുന്നതിലും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റിസോഴ്സ് ഷെയറിങ്ങിലൂടെ സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഇത് ഓഫീസുകളിലാണെങ്കിലും മറ്റ് ലാബുകളിലാണെങ്കിലും എല്ലാം തന്നെ ഉപയോഗപ്രദമാണ് റിസോഴ്സ് ഷെയറിങ്, റിസോഴ്സുകളെ ഷെയർ ചെയ്യുക എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക എന്നുള്ളത്. ഒരു കമ്പ്യൂട്ടറും മറ്റൊരു കമ്പ്യൂട്ടറും തമ്മിലുള്ള അകലം നമുക്ക് എത്ര ദൂരത്താണെങ്കിൽ പോലും അത് അടുത്തുള്ള ഫീലാണ് ഈ കമ്മ്യൂണിക്കേഷനിലൂടെ ഈ കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ എളുപ്പമാവുന്നത്. റിലയബിലിറ്റി, അതായത് ഒരേ ഫയലുകൾ തന്നെ ഡിഫറെൻറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ബാങ്ക് പോലുള്ള സ്ഥലങ്ങളിൽ ഒരു കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും അവിടെയുള്ള വർക്ക് സ്റ്റോപ്പ് ആവുന്നില്ല, പകരം അടുത്ത കമ്പ്യൂട്ടറിലൂടെ നമുക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു റിലയബിലിറ്റി എന്നുള്ള ഒരു ഗുണം കൂടി കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഉണ്ട്. അടുത്തായിട്ട് റെഡ്യൂസ്ഡ് കോസ്റ്റ്. ഇപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ തന്നെ പറയേണ്ട ആവശ്യമില്ല, കോസ്റ്റ് എഫക്റ്റീവ് ആവും എന്നുള്ള കാര്യത്തിൽ റെഡ്യൂസ്ഡ് കോസ്റ്റ്. നെറ്റ്വർക്ക് വരുന്നതോടുകൂടി കോസ്റ്റ് കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ യൂസ് അല്ലെങ്കിൽ നീഡ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ. റിസോഴ്സ് ഷെയറിംഗ്, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി ആൻഡ് റെഡ്യൂസ്ഡ് കോസ്റ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് നെറ്റ്വർക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്കറിയാം, ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരു സ്ഥലങ്ങളിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ കണക്ഷനെ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ വെക്കുന്നതിനനുസരിച്ച് നമുക്കത് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും അവിടെയൊക്കെ കണക്ട് ചെയ്യുന്നത്. അതെങ്ങനെയൊക്കെയാണെന്നും ആ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് അത് തന്നെ തരംതിരിക്കുന്നത് എന്നുള്ളതുമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓരോന്നും എടുത്ത് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ബേസിക് ടൈപ്പ് ഓഫ് ഓൺ ദ ബേസിസ് ഓഫ് ജിയോഗ്രഫിക്കൽ സ്പ്രെഡ്. അതായത് നമ്മളൊരു നിൽക്കുന്ന ഒരു സ്ട്രക്ചർ അനുസരിച്ച്, അതായത് ഒരു ലാബാണെങ്കിൽ ആ ലാബിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ അവിടെയുള്ള കമ്പ്യൂട്ടറുകളെ അറേഞ്ച് ചെയ്യുക. അത് അല്ലെങ്കിൽ ഒരു സിറ്റിയിലുള്ള ഡിഫറെൻറ്റ് സ്ഥലങ്ങളിലുള്ള കമ്പ്യൂട്ടേഴ്സുകളെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബിൽ അത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയ്ക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ്വർക്കുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: ലാൻ, മാൻ, വാൻ. ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ആ ഒരു എക്സ്പാൻഷൻ നോക്കുക. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ലോക്കൽ ആയിട്ടുള്ള ഏരിയയിൽ മാത്രം ഉള്ള നെറ്റ്വർക്ക്. ഇറ്റ് ഇൻ്റർകണക്ട് കമ്പ്യൂട്ടേഴ്സ് ഇൻ എ ലിമിറ്റഡ് ഏരിയ സച്ച് ആസ് ഹോം, സ്കൂൾ, ഓഫീസ്, ബിൽഡിംഗ്, ലാബ്സ്. അതായത് ചെറിയൊരു ഏരിയയിൽ മാത്രം, അതായത് ഹോം അല്ലെങ്കിൽ സ്കൂളുകൾ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലാബിൽ, അവിടെ നെറ്റ്വർക്ക് കുറേ അധികം കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറുകളെ എങ്ങനെയാണ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുക, അല്ലെ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. ആ ഒരു കുറച്ച് ഏരിയയിൽ മാത്രമാണ് ലാൻ നെറ്റ്വർക്ക് പോസിബിൾ ആകുന്നത്. ഇത് ഇൻ്റർകണക്ട് കമ്പ്യൂട്ടേഴ്സിനെ ലിമിറ്റഡ് ഏരിയ.
കുറച്ച് ചെറിയ ഏരിയ മാത്രമാണ്. അപ്പോൾ ലാബിൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ കോമ്പൗണ്ട് മുഴുവനായിട്ട് സ്കൂളിൽ കുറേ പല ബ്ലോക്കുകളിലായിട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്കുകളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യാം. ഇങ്ങനെ ഡാറ്റകൾ നമുക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ റിസോഴ്സ് ഷെയറിംഗ് ഒക്കെ നടത്താൻ പറ്റും എന്നുള്ളതാണ് LAN നെറ്റ്വർക്ക്. LAN allow users to share printer files, application program അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അടുത്തതായിട്ട് MAN, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ആ പേരിലുണ്ട് മെട്രോപൊളിറ്റൻ. അപ്പോൾ എന്തായിരിക്കും MAN നെറ്റ്വർക്ക്? ഇറ്റ് യൂഷ്വലി സ്പാൻസ് എ സിറ്റി ഓർ ലാർജ് ക്യാമ്പസ്. അതായത് ഇപ്പോൾ ഒരു സ്കൂളുകൾക്ക് തന്നെ പല സ്കൂളുകളുണ്ടെന്ന് വയ്ക്കുക, ഒരു മാനേജ്മെൻറ്റ് കീഴിൽ പല സ്കൂളുകളുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു ക്യാമ്പസ്, ഒരു കംപ്ലീറ്റ് ക്യാമ്പസിന് ഡിഫറെൻറ്റ് കോഴ്സസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ പല ലാബുകളായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു സിറ്റീസിലുള്ള നമ്മളെ നമ്മുടെ കേബിൾ കണക്ഷൻ പോലുള്ള കാര്യങ്ങൾ, അത് ഒരു സിറ്റിക്കുള്ളിലുള്ള കണക്ഷൻസ് ഫുള്ളായിട്ട് ആ ഒരു കംപ്ലീറ്റ് സിറ്റിയിലെ ഈ നെറ്റ്വർക്കുകളെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുക. ഇത്തരം കണക്ഷൻസിനാണ് നമ്മൾ MAN എന്ന് പറയുന്നത്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. എ MAN ഇൻ്റർകണക്ട് എ നമ്പർ ഓഫ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ്. ഇപ്പോൾ നമ്മളൊരു സ്കൂളുകളുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലാണ് അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ ഒന്നിച്ച് കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് പറ്റും? ഈ ഒരു MAN സാധ്യമാകും, MAN നെറ്റ്വർക്കിലൂടെ സാധ്യമാകും. അടുത്താണ് WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അത് തന്നെ ആ പേരിലുണ്ട് അല്ലേ, വൈഡ് ഏരിയയിലേക്ക്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച ലോക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്ഥലത്ത് മാത്രമാണ്. MAN എന്ന് പറയുമ്പോഴേക്കും ഒരു സിറ്റി കംപ്ലീറ്റ് കണക്ട് ചെയ്യാൻ പറ്റി. ഇനി WAN കവേഴ്സ് എ റീജിയൻ, എ നേഷൻ ഓർ ഗ്ലോബൽ ഏരിയ. നമ്മൾ ഉപയോഗിക്കുന്ന വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന കംപ്ലീറ്റ് നെറ്റ്വർക്ക് സിസ്റ്റത്തിനെ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? WAN നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. WAN കൺസിസ്റ്റ് ഓഫ് 2 or more LANs. ഒന്നിലധികം ലാൻസുകളെയാണ് WANൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി ഇൻ്റർനെറ്റ്. എന്താണ് ഇൻ്റർനെറ്റ്? നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു വേർഡാണ് ഇൻ്റർനെറ്റ്. ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഇൻ്റർനെറ്റ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇൻ്റർനെറ്റ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഷോർട്ട് ഫോം ഫോർ ഇൻ്റർ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൻ്റെ ഷോർട്ട് ഫോമാണ് ഇൻ്റർനെറ്റ്. ഇപ്പം നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 1950s. പക്ഷേ ആ സമയത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു ഇംപ്ലിമെൻറ്റേഷനൊക്കെ പിന്നീടാണ് നടന്നിട്ടുള്ളത്. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സർവീസസ് ദാറ്റ് യു ക്യാൻ അവൈലബിൾ ഓൺ ഇൻ്റർനെറ്റ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. അതായത് ഇൻ്റർനെറ്റിൽ ഡിഫറെൻറ്റ് ഈ ഒരു കൊടുക്കുന്ന നമുക്കറിയാം ഇൻ്റർനെറ്റിൻ്റെ യൂസ് എന്താ എന്നുള്ളത്. ഡിഫറെൻറ്റ് ആളുകളെ സംബന്ധിച്ച് ഡിഫറെൻറ്റ് യൂസസാണ് ഇൻ്റർനെറ്റിലുള്ളത്. അപ്പോൾ ഓരോ ആൾക്കാർക്കും അവരുടെ എന്തിനു വേണ്ടിയാണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, www, പിന്നെ ഇമെയിൽ, ചാറ്റ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ്, വീഡിയോ കോൺഫറൻസുകൾ, സോഫ്റ്റ്വെയർ ഷെയറിംഗ്, ഇങ്ങനെ ഓരോ ആളുകൾക്കും പല രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. LAN ടോപ്പോളജീസ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ടോപ്പോളജീസിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നെറ്റ്വർക്കുകൾ, അതായത് നമ്മളൊരു ലാബിൻ്റെ ഉള്ളിലുള്ള നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. ആ ഒരു നെറ്റ്വർക്കുകൾ, ഓരോ നെറ്റ്വർക്കിൻ്റെ അകത്തുള്ള കമ്പ്യൂട്ടറുകളെ നമ്മൾ നോഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് നോഡുകളെ പല രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചറിനനുസരിച്ച് നമുക്ക് അവരെ തരംതിരിക്കാം. ഓരോ ഫിസിക്കൽ സ്ട്രക്ചറിനനുസരിച്ച്, ആ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇങ്ങനെ ഒരു ഫിസിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ എ നെറ്റ്വർക്ക് ഈസ് കോൾഡ് ടോപ്പോളജി. ഈ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ടോപ്പോളജി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ടോപ്പോളജിയെ ഡിഫറെൻ്റ് ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോപ്പോളജീസ്. ബസ് ടോപ്പോളജി ഒന്നാമത്തതാണ്. 2 സ്റ്റാർ ടോപ്പോളജി. 3 റിംഗ് ടോപ്പോളജി. 4 ട്രീ ടോപ്പോളജി. ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കണം. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ബസ് ടോപ്പോളജി. There will be a backbone cable. All computers are connected to this single cable. അതായത് ഒരു കേബിൾ. അപ്പോൾ ഒരു ലാബിനെ ഓർക്കുക. ഈ ടോപ്പോളജി പഠിക്കുമ്പോൾ നമ്മൾക്ക് പരിചിതമായിട്ടുള്ള ഏതെങ്കിലും കമ്പ്യൂട്ടർ ലാബുകളെ ഓർക്കുക. അവിടെ ഒരു കേബിൾ കണക്ഷൻ കൊടുക്കുക. ഒരു ലോങ് കേബിളിൻ്റെ അകത്ത് ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യുക. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടറുകൾ നമ്മൾ നോഡ് എന്നാണ് വിളിക്കുക. ഈ നോഡുകളെ കണക്ട് ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും, ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിലായിരിക്കും കമ്പ്യൂട്ടറുകളെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. അതായത് ഒരു സിംഗിൾ ലൈന് അതിൻ്റെ മുകളിൽ നിന്ന് ഡിഫറെൻറ്റ് കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും നമുക്ക്. ഈസി ടു കണക്ട് എ കമ്പ്യൂട്ടർ ഓർ പെരിഫറൽസ് ടു എ ലീനിയർ ബസ്. അതായത് ഒരു സിംഗിൾ ലൈനിൻ്റെ മുകളിലേക്ക് ഡിഫറെൻറ്റ് നോഡുകളെ കണക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇതിൻ്റെ ഒരു ഗുണം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. റിക്വയർ ലെസ് കേബിൾ ലെങ്ത്. അതുകൊണ്ട് തന്നെ കേബിൾ ലെങ്ത് വളരെയധികം ആവശ്യമില്ല. കാരണം ഒരൊറ്റ സിംഗിൾ കേബിളിൻ്റെ മുകളിൽ നിന്നാണ് ഈ ഒരു കണക്ഷൻ മുഴുവൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേബിൾ ലെങ്ത്തും കുറവ് മതി. അതാണ് ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് കണക്ട് ചെയ്യാം, അതുപോലെ ലെസ് കേബിൾ ലെങ്ത്. അപ്പോൾ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇത്തരം ഒരു ലാബ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡിസഡ്വാൻറ്റേജസും കൂടിയുണ്ട്. നമുക്കൊന്ന് നോക്കാം അതെന്താണെന്ന്. എൻറ്റയർ നെറ്റ്വർക്ക് ഷട്ട് ഡൗൺ ഇഫ് ദർ ഈസ് എ ബ്രേക്ക് ഇൻ ദ മെയിൻ കേബിൾ. മെയിൻ കേബിളിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എൻറ്റയർ നെറ്റ്വർക്ക് ഷട്ട് ഡൗൺ ആവും. അതായത് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ആ ഒരു നെറ്റ്വർക്കിൽ ഏതെങ്കിലും ഒന്ന് കേട് കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ, മെയിൻ കേബിൾ എവിടെയെങ്കിലും ഒന്ന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ കംപ്ലീറ്റ് നോഡുകളെ എന്ത് ചെയ്യേണ്ടത്, ഒരൊറ്റ കേബിളിൻ്റെ മുകളിൽ നിന്നാണ് ആ നെറ്റ്വർക്കിലേക്ക് ആ കേബിൾ മറ്റ് നോഡുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മെയിൻ കേബിൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ആ ഹോൾ നെറ്റ്വർക്ക് ഷട്ട് ഡൗൺ ആയിപ്പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു പോരായ്മയുള്ളത്. മറ്റൊരു കാര്യം, ടെർമിനേറ്റേഴ്സ് ആർ റിക്വയർഡ് അറ്റ് ബോത്ത് എൻഡ് ഓഫ് ദ ബാക്ക് ബോൺ കേബിൾ. രണ്ടെൻഡിലും ടെർമിനേറ്റേഴ്സ് ഉണ്ട്, നിർബന്ധമാണ്. ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഇഫ് ദ എൻറ്റയർ നെറ്റ്വർക്ക് ഫെയിൽ. അപ്പോൾ എവിടെയാണ് ഒരു പ്രോബ്ലം ഉള്ളത്, അപ്പോൾ ഒരു ലാസ്റ്റിലുള്ള ഒരു കമ്പ്യൂട്ടറിനാണ് പ്രോബ്ലം എങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. കാരണം ഓരോ നോഡിലും പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം, ഈ നോഡിലാണോ പ്രശ്നം, അടുത്ത നോഡിലേക്ക് ചെന്നിട്ട് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സിംഗിൾ ലൈനിൻ്റെ മുകളിൽ നിന്ന് പോകുന്നതിൻ്റെ പ്രയാസമാണ് ഈ ഒരു ഡിസഡ്വാൻറ്റേജസ് ഇവിടെ പറയാനുള്ള കാരണം. അപ്പോൾ ഇനി ഈ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ അടുത്ത ടോപ്പോളജി എന്താണെന്ന് നോക്കാം. അല്ലെങ്കിൽ ഈ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ അവിടെ മാറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സ്റ്റാർ ടോപ്പോളജി. അപ്പോൾ ആ പേര് പ്രത്യേകതയുണ്ട്, സ്റ്റാർ അല്ലേ. സ്റ്റാറിൻ്റെ രൂപത്തിലായിരിക്കും ആ ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഇപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം നമുക്ക്. ആദ്യം അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. ഓൾ ദ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു സെൻട്രൽ ഡിവൈസ്. എല്ലാ ഡിവൈസും കൂടി ഒരു സെൻട്രൽ ഡിവൈസസിലേക്ക് കണക്ട് ചെയ്യുക. ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ ഇതിനെയും കൂടി ഒരു സെൻറ്ററിൽ. അപ്പോൾ നമുക്ക് ആ ഒരു നെറ്റ്വർക്ക് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് പിക്ചറിലൂടെ തന്നെ നോക്കണം. ദ ഡാറ്റ വിച്ച് ആർ സെൻഡ് അക്രോസ് ദ നെറ്റ്വർക്ക് വിൽ ബി പാസിംഗ് ത്രൂ ദ സെൻട്രൽ ഡിവൈസ്. ഏത് നോഡിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതെല്ലാം ഇതിൽ കൂടിയാണ് പോവുക, ഈ സെൻട്രൽ ഡിവൈസിലേക്ക് അയക്കുക. സെൻട്രൽ ഡിവൈസ് അത് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ ഒരു രീതിയാണ് സ്റ്റാർ ടോപ്പോളജിയിലുള്ളത്. ഇതുപോലെയായിരിക്കും ആ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മുടെ ലാബിലൊക്കെ എത്രത്തോളം പോസിബിൾ ആവുമെന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. കാരണം ഒരു സെൻട്രൽ ഹബ്ബ് വയ്ക്കുക, അതിൻ്റെ ചുറ്റുമായിട്ട് ബാക്കി കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുക. അപ്പോൾ ആ കമ്പ്യൂട്ടേഴ്സിൽ എന്തെങ്കിലും ഒരു നോഡിൽ ഒരു ഫസ്റ്റ് നോഡിൽ നിന്ന് സെക്കൻഡ് നോഡിലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം സെൻട്രലുള്ള ആ ഹബ്ബിലേക്ക് അയക്കും. ഹബ്ബ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാർ ടോപ്പോളജി എന്തൊക്കെയാണ്? അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാർ രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് വയർ. ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും. കാരണം ഒരു മെയിൻ ഡിവൈസ്, സെൻട്രൽ ഡിവൈസ് വേണം, അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള നോഡുകളെ കണക്ട് ചെയ്താൽ മതി. ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് വയർ. രണ്ടാമത്തെ അഡ്വാൻറ്റേജസ് നോക്കുക. നോ ഡിസ്ട്രപ്ഷൻ ടു ദ നെറ്റ്വർക്ക് വെൻ കണക്റ്റിംഗ് ഓർ റിമൂവിങ് ഡിവൈസസ്. അതായത് ഇപ്പോൾ ഇതിൽ ഈ ഒരു നെറ്റ്വർക്കിൽ നിന്ന് ഒരു നോഡിനെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്ന് മാറ്റി നിർത്തണം എന്ന് വിചാരിക്കുക. അപ്പോൾ അത് മറ്റ് നോഡുകളെ യാതൊരു വിധത്തിലും അത് ബാധിക്കുന്നില്ല. കാരണം അതുമായിട്ടുള്ള കണക്ഷൻ ഈ ഒരു സെൻട്രൽ ഇതിൽ മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിനെ മാറ്റി ഒരു നോഡ് മാറുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് നെറ്റ്വർക്കിനെ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല. ഈസി ടു ഡിറ്റക്റ്റ് ഫോൾട്ട് ആൻഡ് റിമൂവ് പാർട്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു നോഡിലേക്ക് ഡാറ്റ പോകുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് ഡാറ്റ വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഇന്ന നോഡിലാണ് ആ ഒരു പ്രയാസം ഉള്ളത്. അത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇതാണ് സ്റ്റാർ ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അതേപോലെ ഏതെങ്കിലും ഒരു നോഡിന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് മറ്റു നോഡുകളെ എഫക്റ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ കംപ്ലീറ്റ് നെറ്റ്വർക്കിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഈസി ആയിട്ട് ഫോൾട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ പോലും ഇതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ആ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാർ ടോപ്പോളജി.
റിക്വയർ മോർ കേബിൾ ലെങ്ത് ദാൻ എ ലീനിയർ ടോപ്പോളജി. നമ്മൾ ഇതിനെ കമ്പാരിസണിലൂടെയാണ് പറയുന്നത്. അതായത് നേരത്തെ പഠിച്ചിട്ടുള്ള ബസ് ടോപ്പോളജിയെ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മോർ കേബിൾ ലെങ്ത് വേണമെന്നുള്ളത്. ഇഫ് ദ ഹബ് ആർ സ്വിച്ച് ഫെയിൽ നോഡ് അറ്റാച്ച്ഡ് ആർ ഡിസ്റ്റർബ്ഡ്. നമ്മൾ പറഞ്ഞു ഒരു നെറ്റ്വർക്ക്, ഒരു നോഡിന് കംപ്ലയിൻറ്റ് വന്നാൽ നെറ്റ്വർക്ക് പോകില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ സെൻട്രലിലുള്ള ഹബിനോ സ്വിച്ചിനോ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നെറ്റ്വർക്ക് ഫെയിലാവും. മോർ എക്സ്പെൻസീവ് ദാൻ ലീനിയർ ബസ് ടോപ്പോളജി. അതെന്തുകൊണ്ടായിരിക്കും? ഈ ഹബും സ്വിച്ചും ഒക്കെ ഉള്ള പോലെ സെൻട്രൽ ഡിവൈസസ് ഉള്ളതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? മോർ എക്സ്പെൻസീവായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. അടുത്തത് ട്രീ ടോപ്പോളജി. ആ പേര് നമുക്ക് പരിചിതമുള്ളതാണ്, ട്രീ അല്ലേ? അപ്പോൾ എന്താണ് ട്രീ ടോപ്പോളജി എന്ന് നോക്കാം. The shape of the network is similar to an inverted tree with central root branching and sub-branching to extremities of the network. എന്തായിരിക്കും? കുറേ ബ്രാഞ്ചസ് ഉള്ള ഒരു നെറ്റ്വർക്ക്, ബ്രാഞ്ചസ് ഉള്ള പോലെയാണ്, ഒരു ട്രീ പോലെയാണ് നമ്മുടെ റൂട്ട് ബ്രാഞ്ചിങ്. അതായത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കുറേ ബ്രാഞ്ചസ്, ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ടായിരിക്കും, അതിൻ്റെ മുകളിൽ നിന്ന് സബ് ബ്രാഞ്ചസ് ഒരുപാട് ഉണ്ടാവുക. ആ ഒരു രീതിയിലുള്ള നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ചിത്രത്തിലൂടെ നമുക്കിത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ട്, അതിൻ്റെ കൂടെ സബ് ബ്രാഞ്ചസ് ആയിട്ട് മറ്റ് ഇതുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്ത് ഓരോ നോഡുകളും കണക്ട് ചെയ്തിരിക്കുന്നത്. ആ നോഡുകളെ നമുക്ക് ഈ ഒരു രീതിയിൽ സെൻട്രൽ ഹബ്ബ് പോലെ ആക്കിയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പല രീതിയിൽ നമുക്ക് അതിൻ്റെ മുകളിൽ നെറ്റ്വർക്കുകൾ, നോഡുകളെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. പോയിൻറ്റ് ടു പോയിൻറ്റ് വയറിംഗ് ഫോർ ഈച്ച് ഡിവൈസസ്. അപ്പോൾ ഓരോ ഡിവൈസസിലും ആ ഒരു അതിൻ്റെ ഇതിൽ നിന്നും, ആ ഡിവൈസിൽ നിന്നും ആ പോയിന്റിലേക്ക് വയറിംഗ് കണക്ഷൻ ആവശ്യമാണ്. ഈസി ടു ഡിക്റ്റേറ്റ് എ ഫോൾട്ട് ഡിവൈസ്. നമുക്ക് ഈസി ആയിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇത് ഒരു സെൻട്രൽ ഇതിന് മുകളിലല്ല ഉള്ളത്, പല സെൻട്രൽ ഡിവൈസസ് ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലായിട്ട് പല ബ്രാഞ്ചസുകളായിട്ടാണ്. അപ്പോൾ ഓരോ ബ്രാഞ്ചിലുമുള്ള സെൻട്രൽ ഡിവൈസിൽ അറിയാൻ പറ്റും ഏത് നോഡിനാണ് കംപ്ലയിൻ്റ് എന്ന്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഫോൾട്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊന്ന് ഈസി ടു എക്സ്പാൻഡ് എ നെറ്റ്വർക്ക്. അതായത് ഇനി ഇതിൽ കൂടുതൽ നോഡുകൾ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുക. ആ ബ്രാഞ്ചിൽ അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സബ് ബ്രാഞ്ചസ് കൊടുത്തിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും ഈസിയാണ്. അത് മറ്റു നോഡുകളെ അത് യാതൊരു വിധത്തിലും എഫക്റ്റ് ചെയ്യുന്നില്ല. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ട്രീ ടോപ്പോളജി. ട്രീ ടോപ്പോളജിക്കും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു കോൺഫിഗർ കമ്പയർ ടു അതർ ടോപ്പോളജീസ്. സ്വാഭാവികമായിട്ടും ഒരുപാട് ബ്രാഞ്ചസ് വരുമ്പോൾ അത് കോൺഫിഗർ ചെയ്യുക എന്ന് പറയുന്നത് അല്പം ഡിഫിക്കൽറ്റി ഉള്ളതാണ് മറ്റുള്ള ടോപ്പോളജീസിനെ കമ്പയർ ചെയ്തുകൊണ്ട്. ഫോൾട്ട് ഇൻ ദ ബാക്ക് ബോൺ എഫക്ട് ദ എൻറ്റയർ നെറ്റ്വർക്ക്. അപ്പോൾ സെൻട്രൽ ഇതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓൾ ഇതിനെ ബാധിക്കുമെന്നുള്ളത്. മോർ എക്സ്പെൻസീവ് ദാൻ അതർ ടോപ്പോളജീസ്. ഇപ്പോൾ ഇത്രയധികം ബ്രാഞ്ചസും വയേഴ്സും സെൻട്രൽ ഡിവൈസസും ഒക്കെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇത് എക്സ്പെൻസീവ് ആയിരിക്കും എന്നുള്ളതാണ് ട്രീ ടോപ്പോളജിയുടെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പോളജിയാണ് റിംഗ് ടോപ്പോളജി. അതും പേര് പോലെ തന്നെയുള്ള ടോപ്പോളജിയാണ്. ഇൻ വിച്ച് ഡിവൈസസ് ആർ കണക്റ്റഡ് ഇൻ എ സർക്കുലർ ഷേപ്പ്. സർക്കുലർ ഷേപ്പിലാണ് നെറ്റ്വർക്കിൽ ഡിവൈസസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഡാറ്റ ട്രാവൽസ് അറൗണ്ട് ദ നെറ്റ്വർക്ക് ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ മാത്രമാണ് അതിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പിക്ചറിലൂടെ ഒന്ന് കടന്നു പോകാം. ഈ ഒരു രീതിയിലാണ് ആ റിംഗ് ടോപ്പോളജി കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു റിങ്ങിൻ്റെ ഷേപ്പ്, അതിലാണ് നോഡുകൾ കണക്ട് ചെയ്തത്. ഡാറ്റ മൂവ് ചെയ്യുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രമാണ്. അഡ്വാൻറ്റേജസ് ഓഫ് റിംഗ് ടോപ്പോളജി. ലെസ് കേബിൾ ലെങ്ത് ഈസ് റിക്വയർഡ്. ഇതിന് കേബിൾ ലെങ്ത് വളരെ കുറവ് മതി. കാരണം ഒരു നെറ്റ്വർക്കിൽ നിന്ന് അടുത്ത നോഡിലേക്കുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സിംഗിൾ കേബിൾ ലെങ്ത് മാത്രമാണ് അതിന് യൂസ് ചെയ്യുന്നത്. സ്റ്റേബിൾ പെർഫോമൻസിന് യാതൊരുവിധ ഇതും ഉണ്ടാവുന്നില്ല. കാരണം ഒരു അതിൽ വേറെ ഡിവൈസസും മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഒരു നോഡിൽ നിന്ന് മറ്റേ നോഡിലേക്ക് ഡയറക്റ്റാണ് ഡാറ്റ സെൻഡിങ് ചെയ്യുന്നത്. ഈച്ച് മെഷീൻ ഗെറ്റ് എ ചാൻസ് ടു ട്രാൻസ്മിറ്റ് അറ്റ്. ഓരോ മെഷീനും ചാൻസ് ഉണ്ട്. ആ നെറ്റ്വർക്കിൽ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഒന്നിൽ നിന്ന് മൂന്നിലേക്കാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നതെങ്കിൽ രണ്ടിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അപ്പോൾ ഈച്ച് മെഷീൻസ് ഗെറ്റ് എ ചാൻസ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ. ഡിസഡ്വാൻറ്റേജസ് ഇത്തരമൊരു ഇതിൻ്റെ ഒരു റിംഗ് ടോപ്പോളജിയുടെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്.
ഇഫ് വൺ നോട്ട് ഫെയിൽ ദ എൻറ്റയർ നെറ്റ്വർക്ക് ഈസ് അഫക്റ്റഡ്. അത് നമുക്ക് തന്നെ മനസ്സിലായി അല്ലേ? ഇതിൻ്റെ അഡ്വാൻറ്റേജസ് തന്നെ ഉണ്ട് ആ ഒരു കാര്യം. ഈച്ച് മെഷീൻ ഗെറ്റ് എ ചാൻസ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ. ഓരോ മെഷീനും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നോഡ് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? എൻറ്റയർ നെറ്റ്വർക്കിനെ ബാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഫോൾട്ട് ഫൈൻഡിങ് ഈസ് ഡിഫിക്കൽട്ട്. നമ്മൾ ഇതിനകത്ത് എവിടെയെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽറ്റി ആയിരിക്കും. റീകോൺഫിഗറേഷൻ ഈസ് ഡിഫിക്കൽട്ട്. അതായത് ഒരു നോഡിന് ഒരു കംപ്ലയിൻറ്റ് വരിക അല്ലെങ്കിൽ പുതിയ നോഡ് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഓൾ നെറ്റ്വർക്കിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ റീകോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. താങ്ക് യു.